ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ശ്യാമയോട് അഖിൽ പറയുന്നുണ്ട്, ശ്യാമയാണെങ്കിൽ കൃഷ്ണന്റെ മുന്നിൽ വെച്ചാണ് സത്യം ചെയ്തിരിക്കുന്നത്. അരുണേട്ടനും ഐശ്വര്യേട്ടത്തെയും തമ്മിൽ ഡിവോഴ്സ് നടക്കുമെന്ന്. പക്ഷെ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നു. ഐശ്വര്യേട്ടത്തി ഒരിക്കലും ഡിവോഴ്സിന് സമ്മതിക്കത്തില്ല, അരുണേട്ടൻ കുടുങ്ങിയത് തന്നെ എന്നൊക്കെ പറയുന്നു. എന്തായാലും ഡിവോഴ്സ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ അഖിൽ പറയുന്നു. ശ്യാമ തന്നെ വേദനിക്കുമെന്നൊക്കെ പറയാണ്. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഇതിനു വേണ്ടി ലാസ്റ്റ് വരെ പൊരുതും. എന്റെ കൃഷ്ണനാണെങ്കിൽ എന്റെ കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു. എനിക്ക് ഉറപ്പുണ്ട്, അരുണേട്ടൻ അശ്വതി ചേച്ചിയുടെ കൂടെയും ശ്രീകുട്ടിയുടെ കൂടെയും സന്തോഷമായിട്ട് ജീവിക്കും. എന്റെ കൃഷ്ണൻ അധർമ്മം ഇല്ലാതാക്കുന്നതായിട്ടാണ് ലോകത്തെ കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് സാർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, എന്റെ കൃഷ്ണൻ എന്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് അരുണും ശ്യാമയും വക്കീലിനെ കാണുന്നുണ്ട്. ഐശ്വര്യയുടെയും അരുണിന്റെയും ഡിവോഴ്സിനെ കുറിച്ച് സംസാരിക്കുകയാണ്. വക്കീൽ അപ്പോൾ പറയുന്നുണ്ട്, അശ്വതിയും ശ്രീകുട്ടിയും ആനന്ദ നിലയത്തിൽ നിൽക്കുന്നത് വലിയൊരു പ്രശ്നമാണെന്ന്. ഐശ്വര്യ അത് കോടതിയിൽ ബോധിപ്പിച്ചാൽ കോടതി ഐശ്വര്യയുടെ കൂടെ നിൽക്കാനാണ് കൂടുതൽ ചാൻസ് എന്നൊക്കെ പറയുന്നു. അതുമാത്രമല്ല, അരുണിനെ റിമാൻഡ് ആക്കാനും ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നു. ശ്യാമ അപ്പോൾ വക്കീലിനോട് ചോദിക്കുന്നുണ്ട്, ഡിവോഴ്സ് കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ പറഞ്ഞു തരാനെന്ന് പറയുന്നു. വക്കീൽ അപ്പോൾ പറയുന്നുണ്ട്, രണ്ടുപേരും ചേർന്ന് ജോയിന്റ് പെറ്റീഷൻ കൊടുത്താൽ മാത്രമേ അത് നടക്കത്തുള്ളൂ എന്ന്. അരുൺ അപ്പോൾ പറയുന്നുണ്ട്, ഐശ്വര്യ അതിന് ഒരിക്കലും സമ്മതിക്കത്തില്ല എന്ന്. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഉറപ്പായിട്ടും ഐശ്വര്യേട്ടത്തെ കൊണ്ട് സമ്മതിപ്പിച്ചിരിക്കും. എന്റെ കൃഷ്ണൻ എന്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് ഐശ്വര്യയും ഐശ്വര്യയുടെ അമ്മയുമാണ്. രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജയേഷ് അവിടേക്ക് വരുന്നു. ജയേഷ് ഐശ്വര്യയോട് പറയുന്നുണ്ട്, ഷൂട്ടിങ്ങുകാരന് 10 ലക്ഷം രൂപ കൊടുക്കണമെന്ന്. അത് കേൾക്കുമ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട്, അയാൾ ആ കാര്യം ചെയ്തില്ലല്ലോ എന്നൊക്കെ. ജയേഷ് അപ്പോൾ പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും കൊടുത്തേ പറ്റത്തുള്ളൂ. അതുമാത്രമല്ല, മൊഴി മാറ്റി പറഞ്ഞതിന് വർക്ക്ഷോപ്പിലെ ചെറുക്കനാണെങ്കിലും 20 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറയുന്നു. മൊത്തത്തിൽ 30 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് സംഘടിപ്പിച്ച് ജയേഷിന്റെ കയ്യിൽ കൊടുക്കണമെന്ന് ജയേഷ് പറയുകയാണ്. ജയേഷ് പോയതിനു ശേഷം ഐശ്വര്യയുടെ മമ്മി പറയുന്നുണ്ട്, എനിക്കും ഒരു 10 ലക്ഷം രൂപയുണ്ട്, അതുകൂടെ നീ ഒപ്പിച്ചു തരണമെന്നൊക്കെ. നീ എങ്ങനെയെങ്കിലും ആനന്ദ നിലയത്തിൽ പോയിട്ട് പൈസ ഉണ്ടാക്കാൻ നോക്കൂ, നിന്നെ കൊണ്ട് പറ്റുമെന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് അശ്വതിയും ശ്രീകുട്ടിയുമാണ്. അശ്വതിയാണെങ്കിൽ വയ്യാതെ പനി പിടിച്ചിരിക്കുകയാണ്. ശ്രീകുട്ടി കഞ്ഞി കൊണ്ടുതരാമെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് വസുന്ധരാമ അവിടേക്ക് കഞ്ഞിയുമായിട്ട് വരുന്നുണ്ട്. വസുന്ധരാമ പറയുന്നുണ്ട്, മോൾക്ക് പനിയാണെന്ന് അറിഞ്ഞിട്ട് കൊണ്ടുവന്നതാണെന്ന്. ആ സമയത്ത് ശ്യാമയും അമൃതയും അവിടേക്ക് വരുന്നു. വസുന്ധരാമ പറയുന്നുണ്ട്, അശ്വതി ഇപ്പോൾ എനിക്ക് ശ്യാമയെ പോലെയും അമൃതയെ പോലെയുമാണെന്ന്. ആ സമയത്ത് അവിടേക്ക് അരുണും ആദിത്യനും കൂടി വരുന്നുണ്ട്. വസുന്ധരാമ പറയുന്നുണ്ട്, അശ്വതിയും അരുണിനെ യോജിപ്പിക്കണമെന്നൊക്കെ. അത് കേൾക്കുമ്പോൾ ശ്രീകുട്ടി പറയുന്നുണ്ട്, രണ്ടുപേരെയും വിവാഹം കഴിപ്പിക്കണമെന്നാണോ മുത്തശ്ശി ഉദ്ദേശിച്ചതെന്ന്. വസുന്ധരാമ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീകുട്ടി അപ്പോൾ പറയുന്നുണ്ട്, എനിക്കും അത് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്, ഞാനും ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണെന്നൊക്കെ പറയുന്നു. എല്ലാരും വിവാഹമൊക്കെ നന്നായിട്ട് നടത്തണമെന്നൊക്കെ സന്തോഷത്തോടെ പറയുന്നു. ശേഷം കാണിക്കുന്നത് ശ്യാമയാണ്. ശ്യാമ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ആ സമയത്ത് അടുത്തേക്ക് അമൃത വരുന്നുണ്ട്. അമൃത ചോദിക്കുന്നുണ്ട്, എന്തു പറ്റിയെന്നൊക്കെ. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, ഡിവോഴ്സിനെ കുറിച്ച് ആലോചിച്ചിരുന്നതാണെന്ന്. എങ്ങനെയെങ്കിലും ഐശ്വര്യേട്ടത്തെയും അരുണേട്ടനും തമ്മിലുള്ള ഡിവോഴ്സ് നടക്കണമെന്നൊക്കെ പറയുന്നു. അമൃത അപ്പോൾ പറയുന്നുണ്ട്, അത് കുറച്ച് പാടാണെന്നൊക്കെ. അമൃത പോയതിനു ശേഷം ഐശ്വര്യ അവിടേക്ക് വരുന്നുണ്ട്. ഐശ്വര്യ ശ്യാമയെ സോപ്പിട്ടുകൊണ്ട് ചെല്ലുകയാണ്. ഐശ്വര്യ ശ്യാമയെ പുകഴ്ത്തിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം 50 ലക്ഷം രൂപ ചോദിക്കുകയാണ്. ഐശ്വര്യ പറയുന്നുണ്ട്, 50 ലക്ഷം രൂപ തരുവാണെങ്കിൽ ശ്യാമ പറയുന്ന എന്തും ഞാൻ കേൾക്കുമെന്നൊക്കെ പറയുന്നു. ശ്യാമ അപ്പോൾ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഡിവോഴ്സിന് ജോയിന്റ് പെറ്റീഷനിൽ ഒപ്പിടുമോ എന്ന് ചോദിക്കുന്നു. ഐശ്വര്യ ആദ്യം പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. പിന്നീട് ഐശ്വര്യ പറയുന്നുണ്ട്, 75 ലക്ഷം രൂപ തന്നാൽ ഒപ്പിടാമെന്ന്. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, 75 ലക്ഷം രൂപയൊന്നും തരത്തില്ല എന്നൊക്കെ. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്